അലങ്കാർപട്ടിക തൃശ്ശൂർ തെല്ലിക്കുന്നു. അതുപോലെ തന്നെ മാളയിലും ആട്ടോ ഉള്ളത്. മാളയിൽ നമ്മുടെ സ്റ്റോർ വരുന്നത് മാള പ്രോപ്പർ മാള ജംഗ്ഷനിൽ തന്നെ യൂണിയൻ ബാങ്കിന്റെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് അമ്പുക്കൻ ആർക്കേഡ് വരുന്നത്. അമ്പുക്കൻ ആർക്കേഡിൽ ലാസ്റ്റ് വരുന്ന ഷോപ്പാണ് അലങ്കാർ ബുട്ടീക്ക് വരുന്നത്. നമ്മൾ ക്രിസ്മസിന്റെ ഫുൾ കളക്ഷൻസ് ഫുള്ളി പാക്ഡ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ അടുത്തുള്ള എല്ലാവരും തന്നെ മാളയിലും തൃശ്ശൂരൊക്കെ ഉള്ളവര് നമ്മുടെ സ്റ്റോർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള സെമി സിൽക്കിൽ വരുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൽവാർ മെറ്റീരിയൽസ് ആണ്. ഒരുപാട് കളർ ചാർട്ട്സ് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത പോലത്തെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സും വർക്കും ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം. അതിനു മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം. സെമി സിൽക്ക് ഫാബ്രിക്കില് ഫസ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാട്ടോ, നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. മെഷീൻ എംബ്രോയിഡറി ആണ്. മൾട്ടിപ്പിൾ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള, എല്ലാം പേസ്റ്റൽ കളർ ത്രെഡ്സ് ഉപയോഗിച്ചിട്ടുള്ള യോക്കാണ്. സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ അതിൽ. ഓൾ ഓവർ ദ ബോഡി പ്ലെയിൻ ആണ്, ബാക്കും പ്ലെയിൻ ആണ് വരുന്നത്. യോക്കിലേക്ക് ഈ ഉള്ള ഒരു ഹെവി വർക്ക് മാത്രം മതി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എലിഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാനായിട്ട്. ഇനി ഇതിന്റെ വൺ സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. സ്കാൽപ്പിംഗ് വിത്ത് എംബ്രോയിഡറി ആണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ചെറിയ ചെറിയ സീക്വൻസ് ഫിനിഷിങ്ങും അതുപോലെ ത്രെഡ് എംബ്രോയിഡറിയും ഹാൻഡ് മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ജസ്റ്റ് സ്കാൽപ്പിംഗേ ഉള്ളൂ. ആ ഹെവി എംബ്രോയിഡറി ഇല്ല, സ്കാൽപ്പിംഗ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇപ്പൊ നമുക്ക് ഇവൻ വണ്ണം കുറഞ്ഞവർക്കായാലും വണ്ണം ഉള്ളവർക്കായാലും നല്ലതായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒതുങ്ങി കടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ, ഗ്രേപ്പ് ഷെയ്ഡിലേക്ക് തന്നെ സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1195. സെമി സിൽക്ക് സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല കരിഞ്ഞ മെറൂൺ നമ്മൾ പറയാറില്ല, ആ ഒരു ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. വർക്ക് വന്നിരിക്കുന്നത് സെയിം വർക്കാണ്. മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള പേസ്റ്റൽ മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. യോക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ടയിലും ഇതുപോലെ വൺ സൈഡഡ് സ്കാൽപ്പിങ്ങും അതുപോലെ തന്നെ എംബ്രോയിഡറിയും വന്നിരിക്കുന്നത് വൺ സൈഡിലേക്കാണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്ക്സ് ഉണ്ട്. മറ്റേ സൈഡിലേക്ക് വന്നിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുന്നത് ജസ്റ്റ് സ്കാൽപ്പിംഗ് മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള സ്കാൽപ്പിംഗ് മാത്രമാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്ക് തന്നെ സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1195. സെമി സിൽക്ക് സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഒരു വൈബ്രന്റ് മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ വന്നിരിക്കുന്നത് സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. മൾട്ടി കളർഡ് പേസ്റ്റൽ മൾട്ടി കളർഡ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള യോക്കാണ്. സീക്വൻസ് ഫിനിഷിംഗും ഉണ്ട്. നല്ല ഒരു ഫംഗ്ഷൻ വെയർ ലുക്ക് ആട്ടോ അതിന് കൊടുക്കുന്നത്. ഒരു സൈഡിലാണ് ഇതുപോലെ സ്കാൽപ്പിംഗും വർക്കും വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കും സീക്വൻസ് ഫിനിഷിംഗും വരുന്നുണ്ട്. മറ്റേ സൈഡിലേക്ക് ജസ്റ്റ് സ്കാൽപ്പിംഗ് ആണ്, മൾട്ടി ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള സ്കാൽപ്പിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് നല്ല നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നവും ഇല്ല. നമുക്ക് നല്ലോണം റഫ് ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിലെ മസ്റ്റർഡിലേക്ക് തന്നെയുള്ള സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആണ് വരുന്നത്. പ്രൈസിംഗ് 1195. സെമി സിൽക്ക് സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ഒരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ട്സ് ആട്ടോ. മിക്കതും ഒരു ഡാർക്ക് ഷെയ്ഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ്സ്. അഫ്കോഴ്സ് നമ്മുടെ സെലിബ്രേഷൻ കളർ എന്നൊക്കെ പറയില്ലേ, ഫെസ്റ്റിവൽ കളേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഡാർക്ക് ഷെയ്ഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കില് ഉള്ള ബോട്ടം ആണ് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിലേക്ക് തന്നെ വരുന്നത് ബോട്ടം ആട്ടോ. നല്ല ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. കണ്ടോ, നല്ല രസമായിട്ട് ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1195 ആണ്.
സെമി സിൽക്ക് സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ലൊരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള ദുപ്പട്ടി, അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മള് നെക്ക് പാറ്റേൺ നെക്ക് സൈഡിലേക്ക് ഇടുന്നവർക്കായാലും നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്, സെയിം തന്നെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഈ യോക്കിലേക്കുള്ള ത്രെഡ് ഒക്കെ സെയിം ത്രെഡ് തന്നെ, മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞോണം യോക്ക് പോർഷനിൽ മീൻ വൺ സൈഡ് ഇതുപോലത്തെ ഹെവി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്, മറ്റേ സൈഡിൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ചെറിയ ചെറിയ ത്രെഡ് വീവിങ്സും അതുപോലെ തന്നെ സീക്വൻസ് ഫിനിഷിംഗും വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1195. സെമി സെയിം പാറ്റേണിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു മുന്തിരിയുടെ കളറായിരുന്നു, ഇത് വരുന്നത് നല്ല ഒരു ഞാവൽപ്പഴത്തിന്റെ പോലത്തെ കളറാട്ടോ, ഡാർക്ക് കളർ, നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് വൈൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് കളറാണ് ഇത് വരുന്നത്. ഇതിന്റെ യോക്കിലെ വർക്ക് പാറ്റേണിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്, ത്രെഡ് ഒക്കെ മൾട്ടി ത്രെഡ് തന്നെയാണ്, യോക്ക് പാറ്റേണിന് കുറച്ചൊരു വർക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ്, സെയിം ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ തന്നെ, വർക്ക് പാറ്റേൺസിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഒരു ഡയമണ്ട് ഷേപ്പിലെ വർക്കാണ്, സ്കാൽപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇനി ഓൾ ഓവർ ദ ബോഡി ഈ വർക്ക് വരുന്നുണ്ട്. ഈ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രമായിട്ട് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത് 1195. സെമി സിൽക്ക് സൽവാർ മെറ്റീരിയൽസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ഒരു ബോട്ടിൽ ഗ്രീൻ, ഒരു ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. ഇതും ഡാർക്ക് ഗ്രീൻ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു പ്ലസന്റ് ഗ്രീൻ പോലെയാട്ടോ വരുന്നത്, കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്, ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിന്റെ വർക്കും കുറച്ചൊരു വ്യത്യാസമുണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആ സൽവാറിന്റെ സെയിം ടൈപ്പ് ഓഫ് വർക്കാണ് വരുന്നത്. ത്രെഡ് വീവിങ്സും ത്രെഡിന്റെ കളേഴ്സും ഒക്കെ സെയിം തന്നെ, ആ വർക്കിന്റെ പാറ്റേൺ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ആണ് വരുന്നത്. ഇതിന്റെ വൺ ബോർഡറിൽ ഇങ്ങനെ വരും, ഓപ്പോസിറ്റ് സൈഡിലെ ബോർഡറിൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രമായിട്ട് വരും. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പ്രൈസിംഗ് വരുന്നത് 1195. സെമി സിൽക്ക് സെറ്റ്സില് ലാസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് വരുന്നത്. യോക്കിലേക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ്, നമ്മൾ ലാസ്റ്റ് കാണിച്ച ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ത്രെഡ് വീവിങ്സ്, യോക്കിലെ ത്രെഡ് വീവിങ്സും സീക്വൻസ് ഫിനിഷിംഗും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിച്ച് പൊളിച്ച് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഒന്നുമല്ല കേട്ടോ. വൺ സൈഡിലാണ് ഇതുപോലത്തെ ഹെവി എംബ്രോയിഡറി വിത്ത് സ്കാൽപ്പിംഗ് വരുന്നത്, മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രമേ വരുന്നുള്ളൂ. ദുപ്പട്ട ഓൾ ഓവർ ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മള് നെക്ക് വഴി ഇട്ടാലും നല്ല രസമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എന്താ പറയാ ചുരിദാർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പ്രൈസിംഗ് വരുന്നത് 1195. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഈ ഒരു മന്ത് എൻഡിങ് വരെ, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷൻസ് എൻഡിങ് വരെ നമ്മൾ വീക്ക്ലി നമ്മൾ യൂഷ്വലി വെനസ്ഡേസ് ആൻഡ് സാറ്റർഡേസ് ഈവനിങ് 6 o'clock നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നമ്മൾ വീക്ക്ലി 4 days അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഡേയ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓൾമോസ്റ്റ് ഒരു മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച്.